ഈ എള്ളെണ്ണക്ക് 800 രൂപ ലിറ്റർ. 800. 5.5 6 വെള്ളാകുമ്പോൾ കുറച്ച് ടൈം എടുക്കും. നമസ്കാരം എല്ലാവർക്കും. ഞാനിപ്പോൾ ഉള്ളത് കണ്ണൂർ ജില്ലയിലെ അഞ്ചരക്കണ്ടിക്കടുത്ത് കുന്നിരിക്ക എന്ന സ്ഥലത്താണ്. ഇവിടെ ഇപ്പം എള്ളെണ്ണ ചക്കിലിട്ടാട്ടി വേർതിരിച്ചെടുക്കുന്ന ഒരു കേന്ദ്രത്തിലാണ്. എല്ലാവർക്കും സ്വാഗതം. ഇതിപ്പോ എള്ളാണ്. അതെ അതെ. ഇതാവാൻ ഏകദേശം 5.5 മണിക്കൂർ. 5.5 6 വെള്ളാകുമ്പോൾ കുറച്ച് ടൈം എടുക്കും. അപ്പൊ വളരെ നല്ല ഇതിന്റെ ഫ്ലേവർ പോലും നഷ്ടപ്പെടാണ്ട് കിട്ടും. എള്ളെണ്ണ തനതായ രൂപത്തിലുള്ള എണ്ണ കിട്ടണമെങ്കിൽ ഇങ്ങനെ ചെയ്യാം. തനതായ രൂപത്തിൽ ചൂടാവാതെ ഫ്ലേവർ പോലും നഷ്ടപ്പെടാതെ കിട്ടും. അതെ അതെ. കടുക്, എള്ള്, കൊപ്ര, കടല, എല്ലാ ധാന്യങ്ങളും ഇതും എണ്ണ കിട്ടുന്ന എല്ലാ ഇതും ഇതിൽ ആക്കിയെടുക്കാം. ഇതിന്റെ ഒരു അളവ് പറയാൻ പറ്റും. 30 കിലോ വരെ ഇതിൽ ചെയ്യാം. 30 കിലോ വരെ, 30 കിലോ എള്ള് വരെ. ഇതിപ്പോ 30 കിലോ. ഇന്നിപ്പോ എല്ലാവരുടെയും കൊപ്രയാടുന്നൊക്കെ യന്ത്രങ്ങളാണ്. അതെ അതെ. അപ്പൊ അതുകൊണ്ട് എന്താന്ന് വെച്ചാല് ചെലവ് കൂടുതലാണ്, പക്ഷെ അതിന്റെ ഗുണം അതിലും കൂടുതലാണ്. ഇത് മരത്തിന് പോലെ കല്ല് മരമായിരുന്നു, ഇപ്പം മരം കിട്ടാതെ കൊണ്ട് ഇത് കല്ല്. ഞാനെല്ലാം കണ്ടിരുന്നത് മരത്തിന്റെ ആക്കാണ്. ഈ ഒരു രംഗത്തേക്ക് പലരും ഉപേക്ഷിച്ച് പോയ ഈ ഒരു സംഭവം ഇങ്ങനത്തെ എന്ത് ഭയങ്കര താല്പര്യമാണ്. പറഞ്ഞ കൂട്ടത്തില് മുമ്പ് ചക്ക് എല്ലാം ആക്കി കഴിഞ്ഞ് പിന്നീട് നമ്മൾ ഉപേക്ഷിക്കുമല്ലോ, മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അങ്ങനെ വരുമ്പോ ആ ചക്ക ഇവര് നിങ്ങളെ ഈ സമുദായക്കാർ കാവിലേക്ക് കൊണ്ടോ വിൽക്കില്ല എന്ന് പറയാം. അത് ദൈവസങ്കല്പത്തിൽ ചെയ്യുന്നതാണിത്. പ്യൂർ വെളിച്ചെണ്ണ ഇങ്ങനെ ഉണ്ടാവുക. ഇപ്പോഴത്തെ വെളിച്ചെണ്ണ കട്ട പിടിക്കുന്നില്ല. അത് ബേബി ഓയില്. അത് ഇതേ ചക്കൻ തന്നെ, അത് നല്ല ക്വാളിറ്റിയുള്ള തേങ്ങ എടുത്തിട്ട് ചെയ്യുന്നത്. അത് കാണുന്നില്ലേ, അത് ഹെയർ ഓയില്. വെളിച്ചെണ്ണ തന്നെ. വെളിച്ചെണ്ണ തന്നെ, ഇത് ശരിയാ. വെളിച്ചെണ്ണ അത് ഹെയർ ഓയില് വെളിച്ചെണ്ണ തന്നെ ചെയ്യുന്നു. ഇതെള്ളെണ്ണ. ഈ എള്ളെണ്ണക്ക് 800 രൂപ ലിറ്റർ. 800. ശരിക്കും വെളിച്ചെണ്ണ, നല്ല വെളിച്ചെണ്ണ ഇങ്ങനെ ഉണ്ടാവുക. ഇത്രയും ചെറിയ തണുപ്പിൽ ഇത് കട്ട പിടിച്ചിട്ടാണ്. ഒറിജിനൽ സാധനം. ചെറിയ തണുപ്പല്ലേ ഇപ്പോൾ ഉള്ളൂ. വെളിച്ചെണ്ണ 400. നിങ്ങളെ മക്കൾ രണ്ടാള് അല്ലേ? വെളിച്ചോണേ